അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുമ്പ് ഞാൻ ചെയ്ത ഒരു വിഷയം വീണ്ടും കുത്തിപ്പൊക്കുകയാണ്. അതിന് കാരണം എന്താണെന്നല്ലേ, അത് ഞാനും സാജിദയായിട്ട് മുമ്പ് നടന്ന ഇഷ്യൂ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കുറച്ച് മുമ്പായിട്ട് കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയും. അപ്പം അതിൽ കയറിയിട്ട് ആവശ്യമില്ലാതെ തലട്ട ഒരു ഗുണ്ടവിനു കണ്ണങ്കര കോളനി ഉണ്ട്. ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ മെയിൻ ഹോബി എന്താന്ന് ചോദിച്ചാൽ സ്വന്തം ഭാര്യയുടെ അവിഹിതം ഇങ്ങനെ ഫേക്കായിട്ട് ഉണ്ടാക്കിയിട്ടും, അതല്ലെങ്കിൽ പണ്ടോ എൻ്റെ ഭാര്യ ആരോടെങ്കിലും ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് പൊന്തിച്ചു കൊടുന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് തെളിവ് നിരത്തുന്ന ആളാണ്. ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. വിഷയം പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഒരു തുടക്കം പറഞ്ഞുതരാം. അറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. ഞാനും സാജിദയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇവൻ എന്ത് ചെയ്തു, ഇവൻ മാത്രമാണ് എനിക്കെതിരായിട്ട് ഒരു വീഡിയോ ചെയ്തത്. എനിക്കെതിരായിട്ട് വീഡിയോ ചെയ്തതല്ല പ്രശ്നം. അതായത് എൻ്റെ കുഞ്ഞു മക്കളെയും എൻ്റെ ഉമ്മാനെയും എൻ്റെ വാപ്പാനെയും അതുപോലെ തന്നെ എനിക്കൊരു കമൻ്റ് അടിച്ച ഒരു പെണ്ണിനെയും ഒക്കെ അത്രയും പരസ്യമായിട്ട് പച്ചക്ക് തെറി വിളിച്ചതാ. എങ്ങനെ? അതായത് ആ കേട്ടാൽ അറക്കുന്ന തെറി ഓൻ വിളിച്ചതാ. അതായത് ഓന്റെ മക്കളേക്കാൾ എത്രയോ വയസ്സിന് താഴെയാണ് എൻ്റെ മക്കള്. ആ കുഞ്ഞു പൈതങ്ങളെ പോലും ഓൻ വെറുതെ വിട്ടിട്ടില്ല. അത്തരത്തിലുള്ള തെറി ഓൻ ഈ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് പറഞ്ഞേക്കുന്നു. അതിനൊക്കെ അപ്പക്ക് ഞാൻ കൊടുക്കും ചെയ്തേക്കുന്നു. എന്നിട്ട് ഓൻ നിർത്തിയിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെറുതെ പോയിട്ട് ട്രംപ് ഇറാനെ ചൊറിഞ്ഞു. ഇപ്പൊ ട്രംപ് വിചാരിച്ചിട്ടും ഈ യുദ്ധം നിൽക്കണില്ല. അപ്പം മറ്റുള്ളവരോട് പറ അതെങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആക്കി തരുന്ന അതേ മാറ്റത്തെ ഒരു പരിപാടിയാണ് ഇവൻ കാണിച്ച്. വെറുതെ ഇന്നിരിക്കണേ ആണ് വന്ന് ചൊറിഞ്ഞപ്പോൾ ഞാനൊന്നാണ് കയറി മാന്തി. അപ്പോൾ ഓന് കുറച്ച് തെറിയാഭിഷേകങ്ങളും കൊണ്ട് വന്നു. അവസാനം ആ വീഡിയോ ഓൻ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ഓൻ ഓടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ നിരവധി വീഡിയോ എനിക്ക് എതിരെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഓൻ്റെ വലിയ മുണ്ടാട്ടൊന്നുമില്ല. എനിക്ക് മതിയായി തോന്നുന്നു. പക്ഷെ എനിക്ക് മതിയായിട്ടില്ല. ഇപ്പൊ ഞാൻ വന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. ഇപ്പോൾ എന്നോട് പല ആളുകളും ചോദിക്കുന്നുണ്ട്, അല്ല ഇജ്ജും സാജിദയും ഒന്നായോ അങ്ങനെയായോ ഇങ്ങനെയായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റമദാൻ 1 ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഉമ്മയും മക്കളൊക്കെ പാടെ കൂടിയിട്ട് സാധനങ്ങൾ റമദാനിക്കുള്ള പർച്ചേസിന്റെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയി. ആ പോയ സമയത്ത് അവിടെ സ്റ്റാളിൽ മീൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് സാജിദ. അപ്പം ഞങ്ങൾ നേരെ അപ്പുറത്ത് മറ്റുള്ള സാധനങ്ങൾ ഉമ്മയുണ്ട് വൈഫുണ്ട് ഓല അവിടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം അവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഈ റമദാനിന്റെ തക്ബീർ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പള്ളിയിൽ നിന്നൊക്കെ. അപ്പോൾ നേരെ എൻ്റെ അടുത്തേക്ക് അവള് വന്നിട്ട് സുഖാണോ ചോദിച്ചു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് സാജിദല്ലേ എന്ന് തോന്നിയത്. അപ്പം ഞാൻ എന്ന് പറഞ്ഞു. എന്താ ഇവിടെ ചോദിച്ചു. അല്ല ഞാൻ അഭയം പറഞ്ഞു, ഞാനല്ല പോലെ സാധനങ്ങൾ മേടിക്കാനാണ് പറഞ്ഞു. അമ്മി ഇവരൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. അവള് നേരെ ഉമ്മാടെ പോയി. ഉമ്മാടെ പറഞ്ഞു, ഉമ്മ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ഞാൻ എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടി. അതായത് തെറ്റെന്താണ് ശരി എന്താണ് എന്ന് പറഞ്ഞു തരാൻ എനിക്കൊരാളുണ്ടായിരുന്നില്ല. സ്വന്തം ഉമ്മയായാലും കൂടപ്പറപ്പായാലും അയൽവക്കക്കാരായാലും ബന്ധുക്കളായാലും നാട്ടുകാരായാലും നിയമായാലും എല്ലാവരും പാടെ എന്നോട് വലയം ചുറ്റിയിട്ട് കൂട്ടത്തോടെ ചേർന്ന് ആക്രമിക്കുന്നു. അപ്പോൾ പട്ടിണി വരെ ഞാൻ അതിൻ്റെ മുമ്പ് കടന്നിട്ടുണ്ട്. അപ്പം ഇനി അങ്ങനെ മക്കളെയും കൊണ്ട് ഒരു പട്ടിണി കടക്കാം എന്നെ കൊണ്ട് കഴിയൂല എന്ന് വിചാരിച്ചിട്ട് ഒരു ഉമ്മയല്ലേ എനിക്ക് ഇവരെ എങ്ങനെയും സംരക്ഷിക്കണം. എൻ്റെ അടുത്തേക്ക് വരുന്നവർ നല്ലവരാണോ മോശക്കാരാണോ ഒന്നും എനിക്ക് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി അപ്പം ഉണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞു തരാനൊരാളുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ശരി. പിന്നീട് ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി പോന്നതിന് ശേഷം ആ വീഡിയോ കണ്ടിട്ട് എന്നോട് ഈ പരിസരത്ത് നിന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു, നീ ചെയ്തത് ആ ഉമ്മാനോടും അവൻ്റെ ഉമ്മാനോടും വാപ്പാനോടും പോയിട്ട് നിങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്കെതിരെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ 100% നിനക്കെതിരെയുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ ആ ഉമ്മയിപ്പി അവനെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിരുന്നു. പക്ഷെ ഇജ്ജ് ചെയ്തത് എന്താ, ഒരു ലൈവ് വിട്ട് പോയി ആ വീട്ടിൽ കയറി ഒരുപാട് തെറി പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും എന്നെ വെറുതെ വിടൂല. അപ്പൊ ചെറിയൊരു പ്രശ്നമാണ് ഇജ്ജ് വലുതാക്കിയത്. അപ്പോഴാണ് അവൾക്ക് തിരിച്ചറിവ് വന്നത് ഞാൻ എടുത്ത് ചാടി അബദ്ധം കാണിച്ചതാണ് എന്നുള്ളത്. ആ ഒരു തിരിച്ചറിവ് അവൾക്ക് വന്നത് കൊണ്ട് അവൾ എൻ്റെ ഉമ്മയുടെ അടുത്ത് വന്ന് ഉമ്മയുടെ കയ്യമ്മയൊക്കെ പിടിച്ചിട്ട് കുറെ പൊരുത്തം ചോദിച്ചു, കരഞ്ഞു. എൻ്റെ വൈഫിനോടും കുറെ കരഞ്ഞ് പൊരുത്തമൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു,
പിന്നെ എന്നോട് പൊറുക്കണം, അറിയാതെ പറ്റിപ്പോയതാ. എനിക്ക് രണ്ടാമത് വന്നിട്ട് ഇത് നിങ്ങളോട് പറയണമെന്നുണ്ട്. എൻ്റെ അടുത്തൊരു ഇങ്ങനെ തെറ്റ് പറ്റിയതാണ് എന്നുള്ളത് പറയണമെന്നുണ്ട്. പക്ഷെ രണ്ടാമത് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് എങ്ങനെ പെരുമാറുന്നോ, അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നീട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതോ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് വരാഞ്ഞ്. എൻ്റെ മൂത്ത മോൻ എന്നോട് പറഞ്ഞു, എന്ത് ഉമ്മ, പിന്നെ ഞാൻ ആ കാക്കാനെ കുറിച്ചിട്ട് ഇവിടെ ചോദിച്ചപ്പോൾ ഒക്കെ പറഞ്ഞത് അവിടെ വീട്ടിൽ പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഉമ്മാക്കെതിരെയുള്ള വീഡിയോ ഒക്കെ ഒന്ന് നിർത്തും. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് എന്ന് കുറേ കാലമായിട്ട് മോൻ പറയുന്നുണ്ട്. കാരണം പഠിക്കുന്ന കോളേജിൽ നിന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇത് എൻ്റെ ഉമ്മയല്ലേ, എൻ്റെ ഉമ്മയല്ലേ. അപ്പോൾ എനിക്കത് വല്ലാണ്ട് മനസ്സിന് പിന്നെ ഒരു ഉമ്മാനെ കുറിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ എന്നുള്ളത് പിന്നെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ കരയും പറയുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ എൻ്റെ മോൻ പറഞ്ഞിട്ട് പോലും ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് ഈ ഒരു കാര്യം, ഞാൻ വന്നതിൻ്റെ പേരിൽ ഇനിയൊരു പ്രശ്നം അവിടെ ഉണ്ടായ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന പോലും എനിക്കറിയില്ല. അതുകൊണ്ട് ഉമ്മ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞിട്ട് അവള് ഉമ്മയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ പൊതുവെ ഒരുവിധപ്പെട്ടവർക്കൊക്കെ സാജിദാനി ഇന്നിയും എല്ലാവരെയും അറിയും. ഈ യൂട്യൂബിൽ മണ്ണാർക്കാടുള്ള ഒരുവിധ എല്ലാ ആളുകൾക്കൊക്കെ അറിയുന്നതാണ്. അപ്പം ഉമ്മ അപ്പം തന്നെ പറഞ്ഞു, കേട്ടോ അത് പോട്ടെ, സാരല്ല, ഓനിഞ്ഞി എന്നെ കുറിച്ച് ഒന്നും പറയില്ല, ആ വാക്ക് ഞാൻ തരാം, ജി ഒഴിവാക്ക, ജി കരയൊന്നും വേണ്ട, ഒഴിവാക്ക. ജി ഇതുപോലെ ജി വന്നിട്ട് അന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് തീരാവുന്ന ഒരു പ്രശ്നമല്ലായിരുന്നു. അന്ന് ജി അത്രയും വന്ന അവിടെ വീട്ടിൽ നിന്ന് തെറി പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നല്ലാണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയോ? ഇല്ല. ഇന്നിപ്പോൾ ജി ഇങ്ങനെ വന്ന് പറഞ്ഞത് അന്നൊന്ന് ഇതൊന്ന് എന്താ പറയുക സമാധാനത്തോടെ ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടായിരുന്നെങ്കിൽ ഇത്രയും മാനക്കേടോ പ്രശ്നങ്ങളോ നിനക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം തന്നെ മാട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബുദ്ധിമോശം പറ്റിയതാ, അത് പോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഷെരീഫേ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞു. ഒരു റമദാന്റെ ഞാൻ പറഞ്ഞില്ല, റമദാന്റെ തക്ബീർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ഈ എന്താ പറയാ, എത്ര വലിയ തെറ്റ് ചെയ്യുന്ന മനുഷ്യരാണെങ്കിലും എത്ര കട്ടിയുള്ള മനുഷ്യരാണെങ്കിലും പിറ്റേ ദിവസം മുതൽ നമ്മളൊക്കെ നോമ്പെടുക്കുക, എങ്ങനെ നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, എല്ലാം ചെയ്യണം. നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഒരു പെണ്ണ് പിന്നെ ചെയ്ത തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു, എന്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നും പറഞ്ഞിട്ട് കരഞ്ഞ് പൊരുത്തം ചോദിക്കുമ്പോൾ അവിടെ ഞാൻ പിന്നെ എന്താ പറയാ, എന്റെ ഹീറോയിസം കാണിക്കാനും അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇല്ല, അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോ കാണിക്കാനും നിന്ന് കഴിഞ്ഞാൽ ഒന്ന് ഞാൻ മനുഷ്യനാവൂല. രണ്ട്, പിന്നെ ഞാൻ എന്ത് നിസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും അതൊന്നും പിന്നെ അള്ളാഹ്ക്കും വേണ്ടി വരില്ല. അപ്പൊ പിന്നെ ഞാൻ വെറുതെ കുറെ പട്ടിണി കിടക്കല്ലേ. ഒരു റമദാൻ മാസത്തില് തുടങ്ങിയിരിക്കുകയാണ്, റമദാൻ മാസത്തിന്റെ മഹരിബിന്റെ സമയമാണ് അത്. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ലായിരുന്നു. അപ്പൊ തന്നെ അവള് എന്ത് ചെയ്തു, പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഞാനും ഷെരീഫും ഉള്ളത് ഇത് പറഞ്ഞ് തീർത്തിക്കണു പറഞ്ഞു. ഞാനങ്ങനെ എന്താ പറയാ, സത്യം പറഞ്ഞാൽ എന്താ അവിടെ നടക്കണമെന്ന് പോലും എനിക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേ ഞാൻ നിന്നീന്ന്. അങ്ങനെ അവളെ എടുത്തു, അത് ഇട്ടു. അതിനുശേഷം എന്നോട് കമന്റ് വഴി കുറെ ആളുകൾ ചോദിച്ചു, അല്ല ഇജ്ജും സാജിദും ഒന്നായോ, ഇപ്പൊ നിങ്ങൾ ഒന്നായോ, ഇപ്പൊ നിങ്ങൾ മാറ്റിയതായോ, ഞങ്ങളൊക്കെ പൊട്ടന്മാരായോ എന്നൊക്കെ. അതിനൊന്നും ഇന്ത്യ അടുത്ത് ആൻസർ ഇല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് അന്ന് അവിടെ നടന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ കമന്റിൽ ഇങ്ങനെ ചോദിക്കുമ്പോഴും ഇതാക്കുമ്പോഴും ഞാൻ ഒന്നും മിണ്ടാത്തത്. ശരി, എന്തായാലും കഴിഞ്ഞു. ഇനി എന്തായാലും ഇവൻ നിന്നെ കുറിച്ചിട്ട് ഒന്നും പറയൂല, ആ ഉറപ്പ് ഞാൻ തരാം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അത് തെറ്റോ ശരിയോ, ഉമ്മ അവളോടൊരു വാക്ക് പറഞ്ഞില്ലേ, പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ ഒന്നും പറയാനും ഇല്ല, ചെയ്യാനും ഇല്ല. അതുകൊണ്ട് ഉമ്മയുടെ അഭിപ്രായത്തോട് യോജിച്ചിട്ട് സമ്മതം മൂളി നിൽക്കുക എന്നുള്ള റോള് മാത്രമേ പിന്നെ എനിക്ക് അവിടെ ഉള്ളൂ. പിന്നെ ഇവള് പറഞ്ഞത്, പിന്നെ ആ യൂട്യൂബിലുള്ള വീഡിയോസ് ഇല്ലേ, ആ വീഡിയോസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ കണ്ട് എന്താ പറയുക ചിരിക്കും ഇതാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു വിഷമം, എന്തേലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, ഞാൻ എന്തായാലും പിന്നെ നോക്കാം എന്ന് പറഞ്ഞു. ഇമ്മ ഇവിടെ എത്തിയപ്പോൾ കാറിൽ തന്നെ എന്നോട് പറഞ്ഞു, അതെന്താ വെച്ചെങ്കിൽ ആ യൂട്യൂബിലുള്ളത് അത് ഒഴിവാക്കിട്ടോ പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ, ഞാൻ ഒഴിവാക്കാമെന്നും പറഞ്ഞു. ഞാനതപ്പം തന്നെ യൂട്യൂബിൽ സാജിദക്കെതിരെയുള്ള എല്ലാ വീഡിയോസും ഞാൻ ഒഴിവാക്കിക്കുന്നു. അപ്പോൾ യൂട്യൂബിൽ കാണുക ഒഴിവാക്കിക്കൊണ്ട് പറഞ്ഞാൽ അന്ന് തന്നെ ഒഴിവാക്കിക്കുന്നു കേട്ടോ. അത് സാജിദക്ക് അറിയാം, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ആ സെക്കൻഡ് തന്നെ ഞാൻ ഒഴിവാക്കിക്കുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് ഞാൻ പറഞ്ഞില്ലേ,
അവിടെ എന്റെ ഉമ്മയാണ് കൊടുത്ത വാക്ക്. അപ്പൊ സാജിദാണ് വിഷയങ്ങൾ ഇങ്ങനെ, അതാണ് കഴിഞ്ഞു, അതാണ് മാറ്റി വെച്ചു.